എങ്ങനെയാണ് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതോ എങ്ങനെ സിസ്റ്റമാറ്റിക്കലി നമുക്ക് വർക്ക് ചെയ്യണമെന്നോ അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങളനുസരിച്ചിട്ട് ഇരിക്കും. പഠിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പിന്നെയും നമ്മളൊരു അപ്രീസിയേഷന് വേണ്ടി വരുന്ന പ്രൗഡായിട്ടൊരു ഫീൽ തന്നെയാണ്. ശരിക്കും ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സ് എന്നുള്ള രീതിക്കാണ് ഞാൻ എടുത്തത്. അത് സക്സസ്ഫുൾ ആയല്ലോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുക, ആ ഒരു ഫീൽഡിൽ നല്ലൊരു കരിയർ നേടുക എന്നുള്ളത് ഇന്ന് ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഒരു ഡ്രീമാണ്. സോ ആ ഒരു ഡ്രീം വളരെ യങ് ഏജിൽ അച്ചീവ് ചെയ്ത രണ്ട് പേരാണ് നമ്മുടെ കൂടെയുള്ളത്. ഐബിസിൻ്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസ് ആയ അശ്വതി അനശ്വരിയാണ് നമ്മുടെ കൂടെയുള്ളത്. സോ ഹായ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ നിങ്ങളുടെ ഈ ഒരു കരിയർ സക്സസ്സിന്. ആൻഡ് ഈ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ബിസിനസ് ഡെവലപ്മെൻറ്റ്സിൽ, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ. സോ എങ്ങനെ തോന്നി ഈ ഒരു പ്രൗഡ് മൂമെൻറ്റ്? ശരിക്കും നിങ്ങളുടെ മുഖത്ത് കാണാൻ സന്തോഷം. സോ എന്ത് തോന്നുന്നു? എല്ലാം പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പഠിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പിന്നെയും നമ്മളൊരു അപ്രീസിയേഷന് വേണ്ടി വരുന്ന അത് നല്ലൊരു പ്രൗഡായിട്ടൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ അത് കിട്ടിയത് ഐബിസ് കൊണ്ടാണ്. പിന്നെ നമ്മുടെ ആസ്റ്ററിൻ്റെ നമ്മുടെ ടീം സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. കാരണം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയത് കൊണ്ടാണ് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടിയത്. എങ്ങനെയായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലേക്ക് എത്തിയത്? ഞാൻ ശരിക്കും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ആയിരുന്നു HC സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സ് എന്നുള്ള രീതിക്കാണ് ഞാൻ എടുത്തത്. അത് സക്സസ്ഫുൾ ആയല്ലോ കിട്ടിയത്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ ഐബിസിലേക്ക് എത്തിയത്? എനിക്കൊരു ഷോർട്ട് ടേം കോഴ്സ് വേണമെന്നായിരുന്നു. കാരണം എൻ്റെ ഡിഗ്രി പെർസ്യൂയിങ് ആയിരുന്നു. ആ ടൈമിൽ രണ്ടും കൂടെ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ടൈമിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇപ്പോൾ മോസ്റ്റ്ലി ചെക്ക് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം പേജസൊക്കെയാണ്. ചെക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം ഇതുള്ള പേജൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ അന്വേഷിച്ച് അങ്ങനെ എത്തി. ഇവിടെ വന്ന ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്തായിരുന്നു ഐബിസിൽ? ഐബിസിൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. ഓക്കെ, അത് ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യമല്ലേ? കാരണം നമ്മൾ ഡിഗ്രി +1 +2 അതൊക്കെ നാട്ടിൽ തന്നെ ആയിരുന്നു. വീട്ടിൽ നിന്ന് ഒരു കംഫർട്ട് സോണിൽ നമ്മൾ പുറത്തോട്ട് വന്നിരിക്കാം. ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. ഫാക്കൽറ്റി ആണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു. ഈ ഫാക്കൽറ്റി സപ്പോർട്ട് എല്ലാ സ്റ്റുഡൻസും പറയുന്നൊരു കാര്യമാണ്. ശരിക്കും അവരുടെ ഒരു സപ്പോർട്ട് എത്രത്തോളം പ്ലേസ്മെന്റിലായാലും എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നമ്മളൊരു കോഴ്സ് കംപ്ലീറ്റ് ആവാറായെന്ന് തോന്നുമ്പോൾ തന്നെ അവർ നമുക്ക് വേക്കൻസീസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തരും. ഇത്ര വേക്കൻസി നമ്മൾ വന്നിട്ടുണ്ട്, പോയി ചെക്ക് ചെയ്യണം, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം. പിന്നെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ നമുക്ക് നടത്തുന്നുണ്ട്. പിന്നെ നമുക്ക് CC ക്ലാസ്സസ് ഉണ്ട്, ഇംഗ്ലീഷ് ട്രെയിനിങ് പോലെ ഒരു ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഇംഗ്ലീഷാണ്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്, ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ക്ലാസ്സുകളൊക്കെ അവർ തരുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഓക്കെ, പിന്നെ ഇപ്പോൾ എല്ലാ യങ്സ്റ്റേഴ്സും നോക്കുന്ന ഒരു കാര്യമാണ് ക്യാമ്പസ് ലൈഫ് ഒക്കെ. ഐബിസിലെ ക്യാമ്പസ് ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല തന്നെയായിരുന്നു. പരിപാടീസ് ആണെങ്കിലും കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കൂടെ ഇൻട്രാക്റ്റീവ് ആയിട്ട് അങ്ങനെ ലീഡർഷിപ്പ് ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിലൂടെ. ലൈക്ക് ഒരുപാട് ഒരു പെർഫോമൻസ് ആയാലും അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളിലൊക്കെ ഇൻട്രാക്ട് ചെയ്തിട്ട് പെർഫോമൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അതല്ലാതെ ലീഡർഷിപ്പ് അങ്ങനെ ഇല്ല. പിന്നെ ഇപ്പോൾ വർക്കിന് കയറിയ സമയത്ത് ആദ്യം ചാലഞ്ചിങ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ? ആദ്യം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് വർക്കാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബേസിക് ആയിട്ടുള്ള എക്സൽ ട്രെയിനിങ്സ് ഒക്കെ തരുന്നുണ്ട്. എങ്ങനെ സിസ്റ്റമാറ്റിക്കലി നമുക്ക് വർക്ക് ചെയ്യണമെന്നോ അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങളനുസരിച്ചിട്ട് ഇരിക്കും. നമുക്ക് നല്ലൊരു ടീമായിരുന്നു കിട്ടിയത്. നമുക്കെല്ലാം പഠിപ്പിച്ച് തന്നിരുന്നു. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നാണ് പ്ലേസ്ഡ് ആയത്. സോ പ്ലേസ്മെൻറ്റ് സപ്പോർട്ടിന് പറ്റി എന്താ പറയാനുള്ളത്? പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് നമുക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ നമുക്ക് മിസ്സായിരുന്നു റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഇവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമുള്ള അങ്ങനെ എന്നിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്ലേസ്മെൻറ്റിൻ്റെ കുറേ ഇൻ്റർവ്യൂസ് അതിനുള്ള ഒരു നമുക്ക് കോൺടാക്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇൻറ്റേൺഷിപ്പ് നിങ്ങൾ മിക്ക ആൾക്കാരും ഇൻറ്റേൺഷിപ്പിലൂടെയാണ് ജോബിലേക്ക് എത്തിയത്. സോ ഇൻറ്റേൺഷിപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? നമ്മൾ ഫസ്റ്റായിട്ട് ഒരു ജോലിയിലോട്ട് കയറുന്ന ഒരാൾക്കാരാണെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ട് ജോലിയൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഡയറക്റ്റ്ലി നമ്മൾ ജോലി വേണമെന്ന് പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല, മോസ്റ്റ്ലി ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അത് ചെയ്ത് നമ്മളുടെ പ്രിഫറൻസ് തന്നെ നമുക്ക് എന്തിനാണ് ക്യാപ്പബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് സ്വന്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സമയമാണ് ഇൻറ്റേൺഷിപ്പ് പീരീഡ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് അതിലോട്ട് ഫോക്കസ് ചെയ്യാം കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ ഇതേപോലെ ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു കോഴ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് എത്രത്തോളം ഐബിസ് റെക്കമെൻഡ് ചെയ്യും? ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. നമുക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടാൻ ബെറ്റർ തന്നെയായിരിക്കും. നമുക്ക് ഏറ്റവും പ്രിഫറബിൾ ഡിഗ്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന. കാരണം ഇപ്പോൾ മോസ്റ്റ്ലി ഉള്ള എല്ലാ ഹോസ്പിറ്റൽസിനും മിനിമം ക്വാളിഫിക്കേഷൻസ് ഡിഗ്രി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് വരുന്നവർക്ക് കുറച്ചും കൂടി പ്രിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പം ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി എടുത്തിട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അന്വേഷിക്കാം. പിന്നെ നമുക്ക് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ തരുന്ന ഇൻ്റർവ്യൂസ്, ഇവിടെ ഇൻ്റർവ്യൂ ഉണ്ട് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാം മാക്സിമം. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.